Okay, good morning. Take down this question. Find the resultant of two forces. Resultant of the forces 2, root 3, 5, root 3, 2 Newton. So there are total 5 forces that act at an angular point of the regular hexagon towards the other angular points taken in the order. Completed. Okay. So now we can see what is asked in the question. So you have 5 forces, 2, root 3, 5, root 3 and 2 Newton. Okay. These forces, how they are acting? They act at the angular point of a regular hexagon. So first of all, we have to consider a hexagon. Okay. First of all, you can consider a hexagon. Let this be a hexagon. So what is asked in the question? These forces act at an angular point. So these are the angular points. You can see the angular points. This is one angular point. This is another angular point. So these are the angular points. So these forces are acting on the angular point and towards the other angular points. So first force will be acting like this. That is from one angular point, say this point, towards the other angular point, like this. Okay, this is the first force, that is 2 Newton. Two Newton. Then the next force is acting. ഹോംവർക്ക് എന്റെ ഉത്തരം ഹോംവർക്കിന്റെ സൊല്യൂഷൻ അത് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരാം. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ഫോഴ്സ് ഇസ് റൂട്ട് 3. അതുപോലെ റൂട്ട് 3, ദെൻ 5, റൂട്ട് 3, 2. ഓക്കെ, ഓരോന്ന് നമുക്ക് നോക്കാം. ഇതിന് ടേക്കൺ ഇൻ ദ ഓർഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഇങ്ങനെയാണെങ്കിൽ സെക്കൻഡ് രണ്ടാമത്തെ ഇങ്ങനെ ആയിരിക്കും വരിക. എങ്ങനെയാ? ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. Then third force will be along this direction, and the fourth force in this direction, and the final force
in this particular direction. ഇവിടെ എന്തായിരുന്നു, ഒരു ആംഗുലർ പോയിന്റിൽ നിന്ന് അടുത്ത ആംഗുലർ പോയിന്റിലേക്കാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ ഫോഴ്സുകളും എത്രയാണെന്ന് നോക്കാം നമുക്ക്. 2 Newton, then √3, √3, √3 Newton, then 5 Newton, 5 Newton, √3 Newton, √3 Newton, and last one is 2 Newton. 2 Newton. Okay, so these are the forces. Now, and the angle. ഇതിൻ്റെ ആംഗിൾസ് എന്തൊക്കെയായിരിക്കും? ആംഗിൾസ് നമുക്കറിയാം, ഇതിൻ്റെ റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ സെയിം സൈഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾസ് നമുക്കറിയാം. ഇത് ഈച്ച് ആംഗിൾ വിൽ ബി 30 degree. This 30 degree, this is 30 degree, this is 30 degree, and this is also 30 degree. Okay, അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? Find the resultant of the forces. So we have to find the resultant in magnitude and direction. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? Sigma fx, right? Sigma fx equal to, അതായത് ഫോഴ്സസ് ഇൻ ദ എക്സ് ഡയറക്ഷൻ നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ എക്സ് ഡയറക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ 2 Newton. 2 Newtonൻ്റെ പ്രത്യേകത എന്താണ്? 2 Newton എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ടിങ് പെർഫെക്റ്റ്ലി ഇൻ ദ എക്സ് ആക്സിസ്, അല്ലേ? എക്സ് ഡയറക്ഷനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് കമ്പോണൻ്റ് വിൽ ബി എന്തായിരിക്കും? 2 Newton itself, അല്ലേ? 2 into cos theta ഒന്നുമില്ല, അല്ലേ? എക്സ് കമ്പോണൻ്റ് തന്നെയാണ്. വൈ കമ്പോണൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈ √3 Newtonൻ്റെ കേസിൽ എന്തായിരിക്കും? 2 കോമ്പോണൻസ് ഉണ്ട്, അല്ലേ? വൈ കമ്പോണൻറ്റ്. എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? √3. ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 30 degree ആണ്, അല്ലേ? √3 Newton is inclined at an angle 30 with x axis. X axis ആയിട്ട് 30 degree inclined ആണ്. therefore √3 cos 30. വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായിരിക്കും? √3 sin 30. ഇനി കാണുന്ന 5 Newton. 5 Newtonൻ്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? one along this direction and other along this direction, അല്ലേ? ഇതിൻ്റെ എക്സ് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 into ഇത് വെർട്ടിക്കലുമായിട്ട് മേക്കുന്ന ആംഗിൾ 30 ആണ്, അല്ലേ? അല്ലെങ്കിൽ ഹൊറിസോണ്ടലുമായിട്ട് മേക്കുന്ന ആംഗിൾ 60 എന്ന് നമുക്ക് പറയാം. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം നമുക്ക്. സപ്പോസ് വെർട്ടിക്കലുമായിട്ട് മേക്കുന്ന ആംഗിൾ 30 എന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ cos 30 എന്ന് പറയുന്നത് എന്തായിരിക്കും? വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിരിക്കും, അല്ലേ? ദിസ് കമ്പോണൻ്റ് സെൽഫ്. ഇപ്പം ഇത് 30 ആണെങ്കിൽ ഇതും 30 തന്നെയാണ്, അല്ലേ? ഇതും 30 തന്നെയാണ്, അല്ലേ? 30 degree തന്നെയാണ്. therefore this force is equal to എന്തായിരിക്കും? this component will be 5 cos 30 and the other one is 5 sin 30. ഇനി ഈ √3 Newton എന്താണ്? പെർഫെക്റ്റ്ലി വെർട്ടിക്കൽ ആണ്, അല്ലേ? അപ്പം അതിന് വെർട്ടിക്കൽ കോമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. വെർട്ടിക്കൽ കോമ്പോണൻറ്റ് വിൽ ബി √3 Newton, പോസിറ്റീവ് √3 Newton, and the horizontal component is 0. ഇനി ഇതിൻ്റെ കേസ് ആണെങ്കിൽ 2 കോമ്പോണൻസ് ഉണ്ടാവും. എന്തൊക്കെയായിരുന്നു? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഹൊറിസോണ്ടൽ വെർട്ടിക്കലുമായിട്ട് മേക്കുന്ന ആംഗിളാണ് 30 degree. ദിസ് ഈസ് ദ 30 degree ആംഗിൾ. therefore this component is 2 cos 30 and this is 2 sin 30. ഓക്കെ, ഈ കോമ്പോണൻസ് ഇങ്ങനെ ആയതിന് എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അപ്പോൾ നമുക്ക് we have already 5 forces and what we do is we have just resolved the forces. Now we have to find the values for sigma fx and sigma fy.
എഫ് എക്സിനകത്താകുമ്പോൾ എന്തായിരിക്കും എല്ലാ എക്സ് കമ്പോണൻറ്റുകളും കൂടെ നമ്മൾ സമ്മേഷൻ ചെയ്യുക. അപ്പോൾ അതായത് സിഗ്മ എഫ് എക്സ് ഇക്വൽ ടു ദിസ് വൺ എഫ് എക്സ് ഓർ ദ എക്സ് കമ്പോണൻറ്റ് ഓഫ് ദിസ് ഫസ്റ്റ് ഫോഴ്സ് ദാറ്റ് ഈസ് 2 plus root 3 cos 30 plus root 3 sin 30 minus 2 sin 30, right? So we can write like that 2 plus root 3 cos 30 root 3 cos 30 plus root 3 sin 30 sin 30 മൈനസ് എന്താണ് നെഗറ്റീവ് ഡയറക്ഷൻ ആണല്ലേ. അപ്പം മൈനസ് 2 sin 30 മൈനസ് 2 sin 30 which is equal to ഏകദേശം എത്ര വരിക, ഒരു 5 ന്യൂട്ടൺ നമുക്ക് കിട്ടും. Then Fy equal to Fy will be the summation of all y components. So the y component of this particular force is 0 plus this is root 3 sin 30 in the positive direction. So root 3 sin 30, then y component of this particular force, that is 5 cos 30 plus 5 cos 30, then this particular force it has only y component, so root 3 itself in the positive direction plus root 3, the y component for this force is positive 2 cos 30 2 cos 30, so altogether you will get a value 5 root 3 Newton. Okay, so you got the values for sigma fx and sigma fy. So now what is the next step? We have to find or what is the sign of these values, that is sigma fx is positive and sigma fy is also positive. So the figure will be like this: sigma fx and sigma fy. Then the resultant will be r at an angle alpha with x-axis, such that r equal to root of sigma fx square plus sigma fy square is equal to 5 square plus 5 root 3 the whole square is equal to 10 Newton. And also regarding the direction, that is alpha equal to tan inverse modulus of sigma fy by sigma fx, that is tan inverse of sigma fy is 5 root 3 by 5, which is equal to 60 degree. Okay, so this is the value. Just note out that. തന്നെ ഒന്ന് ചെയ്ത് നോക്കുക, ഈ വാല്യൂസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സിഗ്മ എഫ് എക്സ്, അതേപോലെ സിഗ്മ എഫ് വൈ, then r and alpha. Okay, put in the പറഞ്ഞു സിഗ്മ എഫ് എക്സിൽ മറ്റേ 5 sin 30 എഴുതിയിട്ടില്ലല്ലോ. 5 sin 30
ഓക്കെ 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 ആ സിഗ്മ എഫ് എക്സിൽ അല്ലേ? ഓക്കെ 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 5 sin 30 ഇത് തന്നെ അല്ലേ? ഓക്കെ ഓക്കെ അത് വേണം. അപ്പം 1 2 മൂന്നാമത്തെ അല്ലേ? ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്, അത് പറഞ്ഞാൽ നന്നായി. One more term here, that is 5 sin 30, this one 5 sin 30 also there. Okay, മറന്നു അല്ലേ? ഓക്കെ, ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടണേ, കംപ്ലീറ്റഡ് നോട്ട്. സാർ പറഞ്ഞു സാർ സിഗ്മ എഫ് എക്സില് √3 sin 30 അത് എവിടുന്നാവുന്നതിന്? √3 sin 30 അല്ലേ? √3 sin 30 അയ്യോ √3 sin 30 അയ്യോ സോറി ഈ 5 sin 30 അടുത്താണ് ഞാൻ അറിയാതെ √3 ഇട്ടത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കോമ്പണന്റ് ഇല്ല, 0 ആണ് ഇതിന്റെ. ഓക്കെ, ഇത് ഒരു കാര്യം ചെയ്യും, ഇതൊന്ന് മാറ്റി എഴുതാം, അതായിരിക്കും നല്ലത്. ഓക്കെ, okay, first one was 2 Newton, then this √3 cos 30, അതുകൊണ്ട് മൂന്നാമത് വരുന്നത് എന്താണ്? 5 sin 30, 5 sin 30, then ഇവിടെ ഇതിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അല്ലേ, 0 ആണ്. 0, then this particular thing, that is -2 sin 30, -2 sin 30. Okay, അപ്പൊ ഇത് കഴിഞ്ഞോ? ഓക്കെ, അപ്പം ബാക്കി എല്ലാവരും ഒന്ന് വീട്ടിൽ ചെന്നിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂസ് ഇതൊക്കെയാണ്: സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും, അതുപോലെ ആറിൻ്റെ വാല്യൂ 10, ആൽഫയുടെ വാല്യൂ 60. ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തേക്ക് പോകാം. ദിസ് ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് determine the resultant both in magnitude and direction of the 4 forces acting on the body as shown in the figure. So you have given 4 forces: 3 kilonewton, 2.24 kilonewton, 2 kilonewton and 3.9 kilonewton, and you have given the inclinations for these 2 forces, that is 30 degree and this one is 60 degree with the x-axis. ഈ രണ്ട് ഫോഴ്സിന് ആംഗിൾ ഡയറക്റ്റ് തന്നിട്ടില്ല, പകരം ഇങ്ങനെ ഒരു നൊട്ടേഷനാണ് തന്നിരിക്കുന്നത്, 2 1 ഒരു സ്ലോപ്പാണ് തന്നിരിക്കുന്നത്. അപ്പം അത് ഉപയോഗിച്ച് നമുക്ക് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കണേ. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ യു ക്യാൻ സി എ ട്രയാങ്കിൾ
a right triangle like this. Sorry, right triangle like this. This is 90 degree, and this side is 1 and this side is 2. So suppose you have to find any angle like this particular angle. This is theta. Then this is the opposite side for this theta. Theta നമുക്ക് തന്നേക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? 2ഉം 1ഉം അല്ലേ? 1 is the opposite side and 2 is the adjacent side. So opposite side and adjacent side ഇത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ഒരു ട്രിഗ്നോമെട്രിക് റിലേഷൻ ആണ് എന്താണ്? tan theta അല്ലേ? tan theta അല്ലെങ്കിൽ cot theta. So you can write tan theta equal to opposite side by 2, or theta equal to tan inverse 1 by 2, and you will get the value theta as 26.57 degrees. So this is how you will get a value for the theta. ഇനി ഈ ഒരു ആംഗിൾ, ഈ പർട്ടിക്കുലർ ആംഗിൾ തീറ്റ, ഇത് തീറ്റ ആണെങ്കിൽ ഇവിടുത്തെ ഏത് ആംഗിൾ ആയിരിക്കും തീറ്റ? മുകളിൽ കാണുന്നതായിരിക്കുമോ താഴെ കാണുന്നതായിരിക്കുമോ? വിച്ച് ഈസ് തീറ്റ? ഇതായിരിക്കുമോ ഇതായിരിക്കുമോ? മുകളിലായിരിക്കുമോ താഴെയുള്ളതായിരിക്കുമോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. നിവേദിത ഷൈജിത്ത്. ഇവിടെ ഇത് നമുക്ക് പറഞ്ഞു ഈ ഒരു ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞു. തീറ്റയുടെ വാല്യൂ 26.57. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇതിൽ ഏത് ആംഗിൾ ആയിരിക്കും? താഴെ കാണുന്ന ആംഗിൾ ആയിരിക്കുമോ മുകളിൽ കാണുന്ന ആംഗിൾ ആയിരിക്കുമോ? അതായത് ഈ പറഞ്ഞ ഫോഴ്സ് വിത്ത് എക്സ് ആക്സിസ് ഉള്ള ആംഗിൾ ആണോ നമുക്ക് കിട്ടിയത്, അതോ വൈ ആക്സിസുമായിട്ട് മേക്കുന്ന ആംഗിൾ ആണോ കിട്ടിയത്? എക്സ് ആക്സിസ് അല്ലേ? അതെ, എക്സ് ആക്സിസുമായിട്ട് മേക്കുന്ന ആംഗിൾ ആണ് കിട്ടിയത് അല്ലേ? ഈ ആംഗിൾ ആണ്, അതായത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ? ഓക്കെ ഓക്കെ. ഈ ആംഗിൾ ഇപ്പം നമുക്ക് കിട്ടിയത് എത്രയാണ്? 26.57 കിട്ടി. ഇനി അതേപോലെ ഫ്രം ദിസ് ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം തീറ്റ അല്ലേ? അതായത് ആ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ട്രയാങ്കിൾ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ സപ്പോസ് ഇറ്റ് ഈസ് 5 എന്ന് വല്ലതും കൊടുക്കാം. 5 അങ്ങനെയാണെങ്കിൽ 12 ഉണ്ട്, ഇത് 5 ഉണ്ട്. ആണെങ്കിൽ tan phi will be equal to 12 by 5, opposite side by adjacent side. Then phi equal to tan inverse 12 by 5, that is equal to, we will get the value as 67.38 degrees. സോ ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ ആയിരുന്നു, അത് തന്നെയാണ് ഈ കാണുന്ന ആംഗിൾ, കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലേ? therefore this is 67.38 ഡിഗ്രി. ഇപ്പം നമുക്ക് എന്തായി? എല്ലാ ഫോഴ്സും കിട്ടി, ആംഗിളും കിട്ടി. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കുക, സിഗ്മ എഫ് വൈ കണ്ടുപിടിക്കുക, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. അത് ഉപയോഗിച്ച് എന്താണ് ഫിഗർ വരയ്ക്കുക. Then you have to find the value of r and also alpha. ഒന്ന് ചെയ്ത് നോക്കിയേ എല്ലാവരും, വേഗം ഒന്ന് ചെയ്തേ.
സിഗ്മ എഫ് എക്സ് സിഗ്മ എഫ് വൈ അതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ യു ഹാവ് ടു യൂസ് അറ്റ്ലീസ്റ്റ് 4 ഡെസിമൽ പ്ലേസസ്. ഓക്കെ, 4 ഡെസിമൽ പ്ലേസ് എങ്കിലും എടുക്കണം. അതായത് 0.0947 എന്നൊക്കെ പറഞ്ഞു വരും. So what is the value of sigma fx? Chat box lo nirane. What is the value of sigma fx? മേ ബി മിക്കവർക്കും ചിലപ്പോൾ ആൻസർ തെറ്റിയേക്കാം. അത് പ്രശ്നമൊന്നുമില്ല. ആരെന്ത് വിചാരിക്കുന്നു അങ്ങനൊന്നും ചിന്തിക്കരുതാ. തെറ്റിക്കോട്ടെ, തെറ്റിയാണെങ്കിലേ നമുക്കത് എന്താ പറയുക തിരുത്താനുള്ളൊരു ചാൻസ് വരുള്ളൂ. അതുകൊണ്ട് അതൊന്നൊരു പ്രശ്നമല്ല. സോ വാട്ട് ഈസ് ദ വാല്യൂ? സിഗ്മ എഫ് എക്സ് കിട്ടിയില്ലേ?
value of sigma fx. Come on. Malavika Surendran. What is the value of sigma fx? കിട്ടിയില്ല ചെയ്തുകൊണ്ടിരിക്കുന്നു. Hmm? കിട്ടിയില്ല ചെയ്തുകൊണ്ടിരിക്കുന്നു. കേൾക്കുന്നില്ല. എങ്ങനെയായിരുന്നു? കിട്ടിയില്ല ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചെയ്തോണ്ടിരിക്കുക. ആ ഓക്കെ ഓക്കെ. ഫാസ്റ്റ് ആക്കണം എല്ലാവരും. ആരെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? സിഗ്മ എഫക്സ് എങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ? ഓക്കെ. സിഗ്മ എഫക്സ് ഇക്വൽ 0.947 കിട്ടും. സിഗ്മ എഫക്സ് equal to
So these are the values of sigma fx and sigma fy. എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് സമയം കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. Okay, so you got the values for sigma fx and sigma fy like this. Here the sigma fx is positive and sigma fy is negative. So you can consider the figure like this. That is sigma fx, sigma fy in the negative direction, sigma fy. So the resultant will be like this at an angle alpha. Then resultant r equal to root of sigma fx square plus sigma fy square. And find the values. And then the angle given by tan alpha equal to absolute value of sigma fy by sigma fx, or alpha equal to tan inverse sigma fy by sigma fx to tan inverse of fy is 1 by 1.0947 is equal to 68.85 degrees. This is the direction and this is the magnitude. And this is the direction. Okay. So put your attendance in the chat box. Okay, thank you.